Hi team, welcome back. ഇന്ന് നമുക്ക് AWS Cloud Service ആയ S3നെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ടോപ്പിക്സ് വാട്ട് ഈസ് ആമസോൺ S3. S3 എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്റ്റോറേജ് സർവീസ് ആൻഡ് ഹൗ ആമസോൺ S3 വർക്ക്. ഓക്കെ, ഇതിൻ്റെ പേര് പോലെ തന്നെ S3 എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റോറേജ് സർവീസ്. അതൊരു സ്റ്റോറേജ് സർവീസ് ഫ്രം AWS ആണ്. അത് വൺ ഓഫ് ദ ഫസ്റ്റ് AWS ഓഫറിങ്ങിൽ പെടുന്ന ഒരു സർവീസാണ് ഈ ഒരു സ്റ്റോറേജ് സർവീസ്. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് ആമസോൺ S3 എന്ന് പറയുന്നത്? AWS സർവീസായ S3 എന്ന് പറയുന്നതിന് നമുക്ക് ഒരു ഒബ്ജക്റ്റ് സ്റ്റോറേജ് സർവീസ് എന്ന് പറയാം. അതായത് ഒബ്ജക്റ്റ് സ്റ്റോറേജ് സർവീസ് എന്നതിനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ EC2 എന്ന് പറയുന്ന ഇൻസ്റ്റൻസിനെ നമ്മൾ ഒരു നമ്മുടെ വെർച്വൽ മെഷീനെ നമ്മളൊരു റൂട്ട് വോളിയമായി അറ്റാച്ച് ചെയ്യണം വോളിയത്തെക്കുറിച്ച് കണ്ടു. അതിനെ നമ്മൾ കോൾ ചെയ്യണത് ബ്ലോക്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടാണ്, ഇലാസ്റ്റിക് ബ്ലോക്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതും ഈ ഒബ്ജക്റ്റ് സ്റ്റോറേജും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. എന്താണ് ഈ ഒബ്ജക്റ്റ് സ്റ്റോറേജ് സർവീസ് എന്ന് പറയുന്നത്? ഇതെന്താ വെച്ചാൽ, നമ്മളിപ്പോൾ അവിടെ EC2 ഇൻസ്റ്റൻസിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത ബ്ലോക്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി അതിൻ്റെ ഒരു പ്രൈമറി സ്റ്റോറേജ് ആയിട്ടാണ്. അത് എന്തിനൊക്കെ അലൗ ചെയ്യുന്നത്? നമുക്ക് അതിൻ്റെ ഒരു OS ഇൻസ്റ്റലേഷൻ, അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ റൺ ചെയ്യാൻ, ഡാറ്റാബേസിന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വോളിയത്തിന് നമ്മൾ ആ ഒരു പ്രൈമറി സ്റ്റോറേജ് ആയ ബ്ലോക്ക് സ്റ്റോറേജിനെ യൂസ് ചെയ്യണം. അതിനെ നമ്മൾ ഒരു എക്സിക്യൂട്ടബിൾ ഡാറ്റ സ്റ്റോറേജ് ആയിട്ടാണ് അവിടെ യൂസ് ചെയ്യണത്. പക്ഷേ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് സ്റ്റോറേജിനെ കൺസിഡർ ചെയ്യാന്ന് വെച്ചെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യണ ഡാറ്റാസ് നോൺ എക്സിക്യൂട്ടബിൾ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പ്രാക്ടിക്കൽ കേസിൽ ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ്, ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ ഫസ്റ്റ് ആക്സസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കുറച്ച് ഇമേജസ്, ചില വീഡിയോസ് പ്ലേ ചെയ്തിട്ടൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ വരണതെല്ലാം അവിടെ അത് എപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യുമ്പോഴും അതേ സെയിം പിക്ചർ, സെയിം വീഡിയോ ഒക്കെ ആയിരിക്കും അവിടെ പ്ലേ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് ഇപ്പം ഇങ്ങനത്തെ ഈ കേസിൽ നമ്മൾ അതിനെ പറയും സ്റ്റാറ്റിക് ഡാറ്റ. ഇങ്ങനെയുള്ള സ്റ്റാറ്റിക് ഡാറ്റ നമുക്ക് ഈ സ്റ്റോർ ചെയ്യാനൊക്കെ ഭയങ്കര കുറവായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് ഈ ഒബ്ജക്റ്റ് സ്റ്റോറേജ് സർവീസായ S3. അതിനെ നമ്മൾ നോൺ എക്സിക്യൂട്ടബിൾ ഡാറ്റ എന്നാണ് പറയണത്. അതായത് ഇതെല്ലാം ഒരു സ്റ്റാറ്റിക് ഡാറ്റയാണ്, അതിനൊരു ചേഞ്ചും ഉണ്ടാവണില്ല. നമ്മളുടെ ഒരു URL-നെ ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കോള് ഒരു പെർട്ടിക്കുലർ ഡാറ്റയിലേക്ക് പോകണു, എന്നിട്ട് ആ ഡാറ്റ നമുക്ക് അവിടെ ഡിസ്പ്ലേ ആയി കിട്ടുന്നു. അങ്ങനെ ഒരു API കോളിലൂടെയാണ് നമ്മൾ ഈ ഡാറ്റ ആക്സസ് ചെയ്യണത്. അങ്ങനത്തെ ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാനും ചീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സർവീസാണ് ഈ ഒബ്ജക്റ്റ് സ്റ്റോറേജ് സർവീസ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റ് സ്റ്റോറേജ് സർവീസ് എന്ന് പറയുന്നത് ഇവിടെ S3-ൽ നമ്മൾ ഓരോ ഡാറ്റേനെയും നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കോൾ ചെയ്യണത്. ഇത് നമുക്ക് ഇതിനെ നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ AWS ആയിട്ട് അത് ഓഫർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ലീഡിങ് സ്കെയിലബിലിറ്റി, ഡാറ്റ അവൈലബിലിറ്റി, സെക്യൂരിറ്റി ആൻഡ് പെർഫോമൻസ് എല്ലാം ഈ ഒരു ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ ഡാറ്റ അതിൽ സ്റ്റോർ ചെയ്യാം, അൺലിമിറ്റഡ് ഡാറ്റ സ്റ്റോർ ചെയ്യാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് ഓട്ടോ സ്കെയിൽ ചെയ്യും എന്നാണ് പറയുന്നത്. അതേപോലെ ഡാറ്റ അവൈലബിലിറ്റി, എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ ആക്സസ് ചെയ്യാം. അതേപോലെ അതിനെ സെക്യൂരിറ്റിക്കും പെർഫോമൻസിനും വേണ്ടി ഒരുപാട് ഫീച്ചേഴ്സും AWS ആയിരുന്നു ഈ ഒരു സർവീസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഗോയിങ് ഫോർവേഡ് നമ്മൾ ബാക്കിയുള്ള സ്ലൈഡിലൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫർദർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹൗ ആമസോൺ S3 വർക്ക്സ്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിന് ഒരു S3 എന്ന് പറയുന്ന സ്റ്റോറേജ് സർവീസിന് നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് സ്റ്റോറേജ് സർവീസ് ആണെന്ന്. അതിൽ ഓരോ സ്റ്റോറേജ് സർവീസിനും നമ്മളൊരു ബക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കോൾ ചെയ്യുക. അതായത് S3 ബക്കറ്റ്. ഓരോ S3 ബക്കറ്റും നമ്മൾ ഓരോ യൂസ് കേസിനുള്ള ഓരോ സ്റ്റോറേജ് ആയിട്ട് നമ്മൾ ഓരോ S3 ബക്കറ്റും ക്രിയേറ്റ് ചെയ്യുന്നു. ആ S3 ബക്കറ്റിനെ നമുക്കൊരു കണ്ടെയ്നർ ഫോമിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ ഫയലും, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ നോൺ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ ഫയലും നമ്മൾ സ്റ്റോർ ചെയ്യണം. ആ ഇതിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയണം. അപ്പോൾ എ ബക്കറ്റ് ഈസ് എ കണ്ടെയ്നർ ഫോർ ഒബ്ജക്ട്സ്. ആൻ ഒബ്ജക്റ്റ് ഈസ് എ ഫയൽ ആൻഡ് എനി മെറ്റഡാറ്റ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഫയൽ. ഇപ്പോൾ ഇവിടെ മെറ്റഡാറ്റ എന്ന് പറയുന്നത് ഇതിലിടുന്ന നമ്മൾ ഓരോ ഒബ്ജക്റ്റുമായിട്ടുള്ള ഓരോ ഫയലിൻ്റെയും ഒരു ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആണ് മെറ്റഡാറ്റ എന്ന് പറയുന്നത്. ഇതിന് ഈ ഒരു കണ്ടെയ്നറിനെ ഫുള്ളായിട്ട് നമ്മൾ വിളിക്കുന്നതാണ് S3 ബക്കറ്റ്. ഇത് നമ്മൾ ഇനി കൂടുതൽ കൺസോളിൽ നമുക്ക് ഹാൻഡ്സ് ഓൺ ചെയ്യുമ്പോൾ ഒരു ബക്കറ്റ് പ്രൊവിഷൻ ചെയ്ത് നമുക്കതിലൊരു ഡാറ്റ അപ്ലോഡ് ചെയ്ത് നമുക്ക് കാണാം. അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്നത് ഇതൊരു കണ്ടെയ്നർ ഫോമിൽ അതിലാണ് നമ്മൾ എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യണത്. മെയിൻലി സ്റ്റാറ്റിക് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുക.
ഓക്കെ, ഇനി അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഫീച്ചേഴ്സിൽ നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് നമുക്ക് ഇതിലത്തെ ഓരോ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ S3 വേർഷനിങ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതിലിടുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് വേർഷനിങ് എനേബിൾ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലിടുന്ന ഒബ്ജക്റ്റിന് മൾട്ടിപ്പിൾ വേർഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ആക്സിഡൻ്റലി ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരെണ്ണം ഓവർ റൈറ്റ് ചെയ്തു, നമുക്ക് ആ പ്രീവിയസ് ഒബ്ജക്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ വേർഷനിങ് എനേബിൾഡ് ആണെങ്കിൽ നമുക്കത് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ പിന്നെ സ്റ്റോറേജ് ക്ലാസ്സസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ S3 ബക്കറ്റ് നമ്മൾ പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ ഡാറ്റ വേണമെങ്കിലും ഒരു സ്റ്റാറ്റിക് ഡാറ്റ അതിൽ കൊണ്ടുപോയിടാം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു യൂസ് കേസിൽ ഇപ്പോൾ നമ്മളൊരു ഫ്രീക്വൻ്റ് ആയി യൂസ് ചെയ്യണതാണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്ത് പോവാം. ഇപ്പോൾ അതല്ല ഇൻഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യണ ഡാറ്റാസാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ബാക്കപ്പ് ആയിട്ട് കുറച്ച് ഡാറ്റ സ്റ്റോർ ചെയ്യണം. പക്ഷെ നമുക്ക് ഇപ്പോൾ ഓൺ പ്രൊമൈസിലൊക്കെ നമ്മൾ സ്റ്റോറേജ് സർവീസ് ആണെന്നുവെച്ചാൽ അത് എക്സ്പെൻസീവ് ആയിരിക്കും. അങ്ങനത്തെ ഒരു കേസിലൊക്കെ നമുക്ക് ഇവിടെ AWS സൈഡിൽ ഇപ്പോൾ ഈ S3 പല ക്ലാസ്സിലായിട്ട് നമുക്ക് ഈ S3 ബക്കറ്റിന് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ അതിലൊരെണ്ണമാണ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ആർക്കൈവിങ് അല്ലെങ്കിൽ ബാക്കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റോറേജ് സർവീസ് യൂസ് ചെയ്യാൻ വെച്ചെങ്കിൽ ഈ S3യുടെ ക്ലാസ് ആയ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചീപ്പായിട്ട് നമുക്ക് ഈ സ്റ്റോറേജ് സർവീസ് കിട്ടും. അത് ഭയങ്കര ചീപ്പർ സ്റ്റോറേജ് സർവീസ്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു അതിൻ്റെ പാറ്റേൺ അറിയില്ല, അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയി യൂസ് ചെയ്യണതാണോ ഇൻഫ്രീക്വൻ്റ് ആയി യൂസ് ചെയ്യണതാണോ എന്നറിയില്ല. അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ് ഇൻ്റലിജൻറ്റ് ടിയറിംഗ് എന്ന് പറയുന്ന ക്ലാസ് ചൂസ് ചെയ്യുകയാണ് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി AWS സൈഡിൽ നിന്ന് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ ഒരു പാറ്റേൺ ചെക്ക് ചെയ്ത് അവരുടെ സൈഡിൽ നിന്ന് അത് ഓട്ടോമാറ്റിക്കലി ഈ ക്ലാസ് ചേഞ്ച് ചെയ്യും. അത് തന്നെ നമുക്ക് മാനുവലി ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു റൂള് യൂസറിന് തന്നെ സ്പെസിഫൈ ചെയ്യാം. അത് ആ റൂൾ അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ആഫ്റ്റർ 1 ഇയർ ഒരു ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ നിന്ന് ഗ്ലേഷ്യർ ആക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു റൂള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈം പറഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ട്രാൻസിഷൻ നടക്കും ഈ ഒബ്ജക്റ്റിന് ടു ചീപ്പർ സ്റ്റോറേജ് ക്ലാസ്. അതാണ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ഇതെല്ലാം നമ്മുടെ യൂസ് കേസ് അനുസരിച്ചിട്ട് നമുക്കത് എനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ സ്കെയിലബിലിറ്റി ഇപ്പോൾ നമ്മൾ പറയേണ്ടായി, അതായത് ഓട്ടോമാറ്റിക്കലി സ്കെയിൽസ് ടു സ്റ്റോർ അൺലിമിറ്റഡ് ഡാറ്റ. അതേപോലെ തന്നെയാണ് ഡ്യൂറബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി, അതും ഹൈലി ഡ്യൂറബിൾ ആൻഡ് ഹൈലി അവൈലബിൾ ആയിട്ടാണ് AWS പറയുന്നത് ഈ ഒരു സർവീസിൻ്റെ S3നെ കുറിച്ച്. അതേപോലെ ആക്സസ് കൺട്രോൾ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ആക്സസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും AWS ആയിരുന്നു. ഇപ്പോൾ ഒരു S3 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് പബ്ലിക് ബക്കറ്റായിട്ടും ക്രിയേറ്റ് ചെയ്യാം, പ്രൈവറ്റ് ബക്കറ്റായിട്ടും ക്രിയേറ്റ് ചെയ്യാം. ഈ പബ്ലിക് ബക്കറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതേപോലെ നമുക്കതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് വരുമ്പോൾ അത് പ്രൈവറ്റ് ബക്കറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ബക്കറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ പബ്ലിക് ആക്സസ് എല്ലാം ബ്ലോക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വേറൊരു ടൂളിൽ നിന്നോ നമുക്ക് അതിന് ആക്സസ് വേണം വെച്ചാൽ നമുക്ക് അത് IAM പോളിസിയിലൂടെ, ബക്കറ്റ് പോളിസിയിലൂടെ അല്ലെങ്കിൽ ACL എന്ന് പറഞ്ഞിട്ട് ആക്സസ് കൺട്രോൾ ലിസ്റ്റിലൂടെ ഒക്കെ നമുക്ക് ആ ഒരു ആക്സസ് കൺട്രോൾ ചെയ്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ MFA ഡിലീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു S3 വേർഷനിങ് എനേബിൾ ചെയ്തൊരു ബക്കറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒരു യൂസർ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു, ആ സമയത്ത് നമുക്ക് എൻഫോഴ്സ് ചെയ്ത് കൊടുക്കാം MFA ഒതൻറ്റിക്കേറ്റഡ് ആയ യൂസറിന് മാത്രമേ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള ഒരു ഫീച്ചറാണ്. അങ്ങനെ പല ഫീച്ചേഴ്സ് AWS സൈഡിൽ നിന്ന് ഇതിൻ്റെ സെക്യൂരിറ്റി കൂട്ടാനായിട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. എൻക്രിപ്ഷൻ എന്ന് പറയുന്നതും നമ്മുടെ ഡാറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് AWS സൈഡിൽ നിന്ന് പല എൻക്രിപ്ഷൻ കീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് അതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന എൻക്രിപ്ഷൻ കീസാണ്. അത് ചൂസ് ചെയ്ത് നമുക്ക് ഡാറ്റ സെക്യൂരിറ്റി എൻഷുവർ ചെയ്യാൻ പറ്റും. അതേപോലെ അടുത്തതാണ് ഇവൻറ്റ് നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ചേഞ്ച് ഉണ്ടായി, S3 ബക്കറ്റിലത്തെ ഒബ്ജക്റ്റ് ചേഞ്ച് ഉണ്ടായി, നമുക്ക് ആ ചേഞ്ച് നമ്മുടെ യൂസറിനെ അറിയിക്കണമെങ്കിൽ നമുക്ക് AWSൻ്റെ പല അതർ സർവീസസ് ആയ AWS നോട്ടിഫിക്കേഷൻ സർവീസായ SNS, ക്യൂയിങ് സർവീസായ SQS അല്ലെങ്കിൽ AWS ലാംഡ, ഇതെല്ലാം നമുക്ക് ഓട്ടോ ട്രിഗർ ചെയ്യാൻ വേണ്ടി നമുക്ക് കോൺഫിഗർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഒബ്ജക്റ്റ് ചേഞ്ച് ആയാൽ ഈ സർവീസ് ട്രിഗർ ചെയ്ത് ആ യൂസറിനെ അത് അലേർട്ട് ചെയ്യും.
അല്ലെങ്കിൽ അടുത്തൊരു ആക്ഷൻ എന്താണ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഇത് ട്രിഗർ ചെയ്തിട്ട് ആ ഒരു ആക്ഷൻ അവിടെ നമുക്ക് കോൺഫിഗർ ചെയ്ത് വെക്കാം. അപ്പോൾ അത് ട്രിഗർ ആവും. അത് അടുത്തതാണ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ്. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു വെബ് സെർവർ ഇല്ലാണ്ട് തന്നെ നമുക്കൊരു കസ്റ്റം ഡൊമെയിൻ ആൻഡ് എറർ പേജ് നമ്മൾ ഇതിൽ ഈ S3 ബക്കറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു S3 ബക്കറ്റിൽ നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് എനേബിൾ ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്. പിന്നെ അടുത്തതാണ് ക്രോസ് റീജിയൻ റെപ്ലിക്കേഷൻ. ക്രോസ് റീജിയൻ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു S3 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ റീജിയനിലാണ് AWS റീജിയനിലാണ് ഈ S3 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ ക്രോസ് റീജിയൻ റെപ്ലിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡാറ്റ അനദർ റീജിയനിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനും അത് മെയിൻലി ഫോർ ഡിസാസ്റ്റർ റിക്കവറിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ S3 ഒബ്ജക്റ്റ് ലോക്ക്, നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഡിലീഷൻ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് S3 ഒബ്ജക്റ്റ് ലോക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അതേപോലെ ഒന്നാണ് ലോഗിങ് ആൻഡ് മോണിറ്ററിങ്. ലോഗിങ് ആൻഡ് മോണിറ്ററിങ് എന്ന് പറയുന്നത് AWSൻ്റെ അതർ സർവീസായ AWS ക്ലൗഡ് ട്രയൽ, AWS ക്ലൗഡ് വാച്ച് ഇതിലേക്കൊക്കെ നമുക്ക് ഈ ലോഗ്സും മെട്രിക്സൊക്കെ ഓഡിറ്റ് ചെയ്യാനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർവീസിൽ അത് ആക്സസ് ചെയ്യാം, അനലൈസ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെയാണ് മൾട്ടി പാർട്ട് അപ്ലോഡ് എന്ന് പറയുന്ന അടുത്തൊരു ഫീച്ചർ. അതിൽ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു AWS സൈഡിൽ നിന്ന് ഇപ്പോൾ പറയണത് എന്താ വെച്ചാൽ മാക്സിമം സൈസ് ഓഫ് എ സിംഗിൾ ഒബ്ജക്റ്റ് 5 TB ആണ്. ഒരു S3 ബക്കറ്റിൽ ഇടാൻ പറ്റുന്ന ഒരു സിംഗിൾ ഒബ്ജക്റ്റിൻ്റെ മാക്സിമം സൈസ് 5 TB ആണ്. പക്ഷേ നമുക്കൊരു ലാർജർ ഫയൽ അതിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്കതിനെ സ്മോൾ ചങ്ക്സ് ആക്കിയിട്ട് നമുക്ക് മൾട്ടി പാർട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെയാണ് കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ഇവിടെ ഒരു നെക്സ്റ്റ് ഒരു S3 ബക്കറ്റ് പ്രൊവിഷനിങ് ചെയ്യണ ഒരു ഹാൻഡ്സ് ഓണിൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ യൂസ് കേസ് അനുസരിച്ച് നമുക്കത് എനേബിൾ ചെയ്ത് കൊടുക്കാം. അത് യൂസ് ചെയ്ത് നമുക്ക് പ്രൊവിഷൻ ചെയ്യാനും കാണാനും അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി വരും. ഓക്കെ, ഇനി അടുത്തത് യൂസ് കേസസ്. ഇപ്പോൾ നമ്മൾ ഇത് കുറേ ഇവിടെ കവർ ചെയ്ത് തന്നെയാണ്, അതിനൊന്ന് ലിസ്റ്റ് ചെയ്തു എന്നുള്ളൂ. ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ. നമുക്ക് S3 ബക്കറ്റ് ഇപ്പോൾ നമുക്ക് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് ഒരു ഡിസാസ്റ്റർ റിക്കവറിക്ക് വേണ്ടി നമുക്ക് ഇതിന് ഡാറ്റ ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ഈ S3 ബക്കറ്റിനെ യൂസ് ചെയ്യാം. അടുത്തത് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ്. നമ്മളൊരു വെബ് സെർവർ ഇല്ലാണ്ട് നമുക്കൊരു S3 ബക്കറ്റ് മാത്രം യൂസ് ചെയ്ത് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ മീഡിയ സ്റ്റോറേജ് ആൻഡ് സ്ട്രീമിംഗ്. നമ്മളിപ്പോൾ പറയണ്ടായി, ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനോ ഒക്കെ നമുക്കൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഇമേജ്, ഒരു വീഡിയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് S3 ബക്കറ്റിനെ യൂസ് ചെയ്യാം. ലോഗ് സ്റ്റോറേജ് ആൻഡ് അനാലിറ്റിക്സ്. അതായത് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ സെർവറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും അത് ക്ലൗഡ് സർവീസസിൻ്റെയൊക്കെ ലോഗ്സ് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ ലോഗ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ നമ്മൾ അതുപോലെ അത് അതിൻ്റെ അനാലിറ്റിക്സിനൊക്കെ നമുക്ക് ഈ S3 ബക്കറ്റ് ഒരു ഓപ്ഷനാക്കി എടുക്കാൻ പറ്റും. അതുപോലെ മെഷീൻ ലേണിംഗ് ആൻഡ് AI ഡാറ്റ സ്റ്റോറേജ്. അത് നമുക്കറിയണതാണ്. അപ്പോൾ AI ആൻഡ് ML മോഡൽ ട്രെയിനിങ് ഡാറ്റ സെറ്റ്സ് ഒക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ഈ S3 പോലത്തെ സർവീസ് യൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഒന്നാണ് ഹൈബ്രിഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഇപ്പോൾ നമുക്ക് ഓൺ പ്രിമൈസിലുള്ള ഒരു സ്റ്റോറേജ്, ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിൽ ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പെൻസീവായ സ്റ്റോറേജ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യണില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഹൈബ്രിഡ് ക്ലൗഡ് സ്റ്റോറേജ് പോലെയായിട്ട്, അതായത് അതിൻ്റെ ഈ പെർട്ടിക്കുലർ ഡാറ്റ നമുക്ക് ക്ലൗഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ക്ലൗഡിൽ അങ്ങനത്തെ ഇപ്പോൾ AWS സൈഡിൽ നിന്ന് തരുന്ന ഒരു സർവീസാണ് AWS സ്റ്റോറേജ് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട്. ഈ സ്റ്റോറേജ് ഗേറ്റ് വേയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വെർച്വൽ മെഷീൻ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്റ്റോറേജ് ഗേറ്റ് വേൻ്റെ കറസ്പോണ്ടിങ് ഒരു വെർച്വൽ മെഷീൻ നമ്മൾ ഓൺ പ്രിമൈസിൽ ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൺ പ്രിമൈസിലുള്ള ഡാറ്റ നമുക്ക് AWSൻ്റെ S3യിലേക്ക് സിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നമ്മളൊരു ഹൈബ്രിഡ് ആയിട്ട് നമുക്ക് ഹൈബ്രിഡ് ക്ലൗഡ് സ്റ്റോറേജിനൊക്കെ S3 യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് കുറച്ച് യൂസ് കേസസ്. ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്സ്. ഇനി നമുക്ക് അതിൻ്റെ ഹാൻഡ്സ് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു S3 ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് എങ്ങനെയാണ് ഡാറ്റ അപ്ലോഡ് ചെയ്യുക, അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക, അതിൻ്റെ കുറച്ച് യൂസ് കേസസ് അപ്പോൾ കാണാം. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു, ബൈ.